വേറെണ്ടാവാ സ്വപ്നം നല്ല രസമുള്ള സ്വപ്നം കണ്ടാൽ ഉണരാൻ തോന്നൂല അല്ലേ? നല്ല സ്വപ്നം, രസമുള്ള സ്വപ്നം. അമേരിക്കയ്ക്ക് ടൂറ് പോയിരിക്കും, നല്ല ഹാൻഡും സൂട്ടും കോട്ടും ഫാൻ്റൊക്കെ ഇട്ട് സൂട്ട് കേസൊക്കെ കയ്യിൽ പിടിച്ച് ഫ്ലൈറ്റ്, ജീവിതത്തിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാത്തവൻ അമേരിക്കയ്ക്ക് ടൂറ് പോവുക. ഏതായാലും ടൂറ് പോകല്ലേ, ഫ്ലൈറ്റിലുള്ള പോവുക. ഇവൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ കാലങ്ങ് വെക്കുമ്പോഴാണ് ആരോ വന്ന് ഒറ്റ തട്ട ഓണം നോക്കി. ഫ്ലൈറ്റും ഇല്ല, ഹാൻഡും സൂട്ടും കോട്ടും ഇല്ല, ഒന്നുമില്ല. ഓനുണ്ടാ തുണി ധരിച്ചങ്ങനെ ഉറക്കിടക്കുക. അപ്പം ഇവനെ ചിന്തിക്കുകയാണ്, റബ്ബേ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം വിളിച്ചൂടായിരുന്നോ ഈ പഹയൻ? അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ വിളിച്ചല്ലോ റബ്ബേ. ഫ്ലൈറ്റിൻ്റെ ഉള്ളു പോലും കാണാൻ കഴിഞ്ഞില്ല. ഇനി കാണാൻ കഴിയോ? അത് കഴിഞ്ഞു. ഇനി ബാക്കി കിട്ടുമെന്ന് കരുതി ബ്ലാങ്കറ്റിൽ ചുരുണ്ടി മടങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞു. ഉറക്കെ വരെ കാണുന്ന സ്വപ്നം. അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, സ്വപ്നം കണ്ടോ, ദുന്യാവ് ആസ്വദിച്ചോ, മൊബൈൽ ആസ്വദിച്ചോ, സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചോ, പക്ഷെ ഇതൊക്കെ താൽക്കാലികമാണ്. ഇത് കണ്ടെൻ്റെ റബ്ബിനെ മറന്നുകൂടാ. ഈ ദുന്യാവിലെ വീട് കണ്ടെൻ്റെ റബ്ബിനെ മറന്നുകൂടാ. ഈ ദുന്യാവിൻ്റെ സുഖം കണ്ടെൻ്റെ അള്ളാഹുവിനെ മറന്നുകൂടാ. ഏത് തിരക്കുള്ള സമയത്തും എൻ്റെ റബ്ബ് പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാൻ ഞാൻ മറന്നു പോകരുതേ. ആ ബോധം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് തന്ന എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചോ, വിരോധമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ആ ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ സാരല്ല, ഇതൊക്കെ സ്വപ്നാണ്. നേരെ മറിച്ച് സ്വപ്നം കണ്ടതനുസരിച്ച് മതിമറന്ന് തുള്ളിയാലോ? ഇതന്നെയാണ് ജീവിതം. അള്ളാഹു വേണ്ട, ഔലിയാക്കൾ വേണ്ട, സയ്യിദന്മാര് വേണ്ട, മഹാന്മാര് വേണ്ട, മൗലിദ് വേണ്ട, റബീഉൽ അവ്വൽ വേണ്ട. എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. സൗകര്യമുണ്ട്, വീടുണ്ട്, പണമുണ്ട്, മനസ്സിൽ അഹങ്കാരം നിറഞ്ഞാലോ? അവൻ്റെ പേരാണ് ഉറക്കിൽ കണ്ടതനുസരിച്ച് മതിമറന്ന് തുള്ളിയവൻ. അവൻ ഉണരുമ്പോൾ മാനം കെടും. പണ്ട് ഒരാൾ തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. ഒരാൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ഉറക്കത്തിൽ ഒരാൾ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ആള് ജിമ്മിനൊക്കെ പോയിട്ട് മസിലൊക്കെ ഇങ്ങനെ തവള പോലെ ആയ ഒരാളാണ്. ഓൻ ഉറക്കത്തിൽ സ്വപ്നം കാണാൻ. എന്താ സ്വപ്നം എന്നറിയോ? ഓൻ്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വന്നു. അപ്പം ഇവങ്ങനെ ചിന്തിച്ചു, ഞാനിങ്ങനെ ജിമ്മിനൊക്കെ പോയി ഉഷാറായിക്കണെന്നല്ലാതെ ഇതുവരെ രംഗം പയറ്റിയിട്ടില്ല. ഏതായാലും ഇന്നൊരു കള്ളം വരി കയറുന്നല്ലേ, പഠിച്ചൊന്ന് പയറ്റാൻ തീരുമാനിച്ചു. കള്ളനങ്ങനെ വന്ന് ഇവൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവൻ കിടക്കപ്പായി കിടന്നാണ് കള്ളനൊരൊറ്റ ചവിട്ടാണ്ട് കെട്ടിയിട്ട് കള്ളം മറിഞ്ഞങ്ങ് വീണെന്ന് മാത്രമല്ല, കള്ളം നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് സന്തോഷമായി, ഒരു കള്ളനെങ്കിലും പിടിച്ചല്ലോ, പഠിച്ചതിന് ഫലം ഉണ്ടായി എന്ന സന്തോഷത്തിൽ നെട്ടി ഉണർന്നു നോക്കുമ്പോൾ കള്ളനെ കാണാനില്ല. കള്ളല്ല, സ്വപ്നം കണ്ടതാ. പക്ഷെ അവൻ ചവിട്ട് കൊടുത്തുപോയി. കിട്ടിയത് കള്ളനല്ല, ഒപ്പം കിടക്കണ കള്ളത്തിൻ്റെ ഊരക്ക. ഭാര്യൻ്റെ ഊരക്ക് ചവിട്ടാണ്ട് കിട്ടിയിട്ട് പാവം ഭാര്യ ഊരല് മുറിഞ്ഞ് നിലവിളിക്കുന്ന രംഗം കേട്ടാണ് പോലും ഇയാൾ ഉണർന്നത്. അപ്പോഴേ അയാൾ മനസ്സിലായത്, റബ്ബേ ഞാൻ സ്വപ്നം കണ്ടതാണ്, അടങ്ങിക്കിടന്ന് കാണുന്നതിന് പകരം ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഇനി ഭാര്യല് മുറിഞ്ഞ വലിയും പണ്ട് ഞാൻ തന്നെ കൊണ്ടിറക്കണമല്ലോ റബ്ബേ. അപ്പോഴാ ഇവർക്ക് അബദ്ധം മനസ്സിലായത്. ഞാൻ പറയുന്നത്, ഈ ദുന്യാവിൽ കാണുന്നത് മുഴുവനും സ്വപ്നം മാത്രമാണ്. ആധികാലിക സംഭവം എല്ലാം സൗകര്യങ്ങൾ മാത്രമാണ്. അന്നല്ലെങ്കിൽ നാളെ ലോകത്തോട് വിട പറഞ്ഞാൽ എല്ലാം അവസാനിച്ച യാത്രയാകുമ്പോ, യുവാക്കളെ, ഉമ്മമാരെ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്താൽ, അതിൻ്റെ മേലെ മണ്ണിട്ട് നാട്ടുകാര് തിരിച്ചു പോന്നാൽ നമ്മളെ അള്ളാഹു ഖബറിലേക്ക് റൂഹ് തിരിച്ചു തരുകയാണ്. റൂഹ് തിരിച്ചു തരുമ്പോ ഈ പറയുന്ന ഞാന്, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ, ഉമ്മമാരെ, നാമൊക്കെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുമ്പോ കാണുന്നത് മേലെ കല്ല, രണ്ട് ഭാഗത്ത് മതില, അടിയിൽ മണ്ണ്. എൻ്റെ മക്കളെവിടെ? എൻ്റെ ബിസിനസ് എവിടെ? വീടെവിടെ? മുതലെവിടെ? ആ സമയത്തുണ്ടാകും നമ്മുടെ മുമ്പിലേക്ക് ഒരാളോടി വരുന്നു. പുഞ്ചിരിക്കുന്ന മുഖവുമായി ഒരാളോടി വരും. എന്നിട്ട് പറയും, ഭയപ്പെടണ്ട, ഞാനുണ്ട് കൂടെ, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തൂല. എന്തൊരു സമാധാനമാണ്! എൻ്റെ മക്കളെ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല, കുടുംബക്കാരില്ല, നാട്ടുകാരില്ല,
ഒറ്റപ്പെടുമ്പോ കൈപിടിക്കാൻ എൻ്റെ കൂടെ വന്ന ആള് ആരാ? ആ സമയത്ത് വന്നവര് പറയും, ഞാനോ നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി എത്ര സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോഴും അള്ളാഹുവിനെ മറക്കാതെ ഒരുപാട് നന്മകൾ ചെയ്തവനാണ് നീ. അതുകൊണ്ട് ആ നന്മകളാണ് ഞാൻ. അതുകൊണ്ട് ഭയപ്പെടണ്ട, നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ ഖബറിൽ ഇനാസിന് വരാൻ നാം ചെയ്ത അമലുകളെ ഉണ്ടാകൂ, ദിക്റുകളെ ഉണ്ടാകൂ, സൽക്കർമ്മങ്ങളെ ഉണ്ടാകൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കിബറില്ലാത്ത ഹസദില്ലാതെ നാം ചെയ്ത നന്മകളെ ഉണ്ടാകൂ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇവിടെയാ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് നമ്മളെ കൂടെ അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലേ ഉണ്ടാകൂ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലേ ഉണ്ടാകൂ. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാർ, ഞാൻ നോട്ടീസിൽ നോക്കിയപ്പോ കണ്ടു ഞാൻ മജ്ലിസുന്നൂർ. അൽഹംദുലില്ലാഹ്, നിങ്ങളറിയുമോ മജ്ലിസുന്നൂർ ചെല്ലാൻ പറഞ്ഞത് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്കറിയാം, ആയിരക്കണക്കിന് മഹല്ലിന്റെ ഖാളിയായി ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ച മഹാനാ. ആ മഹാനവർകൾ ഒരിക്കൽ വിദേശത്ത് പോയി വിദേശത്തെ പരിപാടി കഴിഞ്ഞ് പതിരാത്രി റൂമിൽ വന്നുറങ്ങുകയാണ്. പോൽ തങ്ങളുടെ കൂടെ പോയ ഒരു മാന്യ സ്നേഹിതൻ പറഞ്ഞ സംഭവമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ റൂമിൽ ഉറങ്ങുകയാണ്. അടുത്ത റൂമിലാണ് തങ്ങളെ കൂടെ പോയവർ ഇരിക്കുന്നത്. അടുത്ത റൂമിലാണ് തങ്ങളെ കൂടെ പോയവർ കിടക്കുന്നത്. കൂടെ പോയ പണ്ഡിത സുഹൃത്ത് ചിന്തിച്ചത്, തങ്ങൾ ഒറ്റക്കാണല്ലോ ആ റൂമിലുള്ളത്, കൂടെ വേറെ ആരുമില്ല, വേറെ ഒരാളും തങ്ങളെ കൂടെയില്ല. സുബഹിക്ക് തങ്ങൾ എഴുന്നേൽക്കുമ്പോ തങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകും. ചൂടുള്ള വെള്ളമോ ചായയോ അനിവാര്യമായ വസ്തുക്കളോ ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കാൻ ആളില്ലല്ലോ. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റ് മുമ്പ് ഞാൻ അലാറം വെച്ച് ഉണരണം. തങ്ങൾ ഉണരും മുമ്പ് തങ്ങളരികിലേക്ക് എത്തണം. എന്നിട്ട് തങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ കൂടെ പോയ സുഹൃത്ത് തീരുമാനിക്കുകയാണ്. പറയുന്നത്, നമ്മളെ തിരക്കുള്ള ജീവിതത്തിൽ പോലും നമ്മളെ മുന്നേ നടന്നു പോയവരുടെ സൂക്ഷ്മത, തിരക്കുള്ള ജീവിതത്തിൽ പോലും നമ്മുടെ മുന്നേ നടന്നുപോയ മഹാന്മാരുടെ സൂക്ഷ്മത. അടുത്ത കാലത്ത് നമ്മളൊക്കെ കണ്ടൊരു മഹാന്റെ കഥ പറയുകയാണ്. അവസാനം സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഏതാനും കുറെ മുമ്പ് ഈ മാന്യ സ്നേഹിതൻ അലാറം വെച്ച് ഉണർന്നു. അലാറം വെച്ച് ഉണർന്ന് തങ്ങൾ കിടക്കുന്ന റൂമിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ മഹാനായ സയ്യിദ് അവർകളതാ മഹാനവറുകളുടെ റൂം തുറന്നു വെച്ചിരിക്കുകയാണ്. ലൈറ്റ് കാണുന്നുണ്ട്. റബ്ബേ, പതിരാത്രിയാണ് തങ്ങൾ പരിപാടി കഴിഞ്ഞ് റൂമിൽ ഉറങ്ങിയത്. ക്ഷീണം കൊണ്ട് ലൈറ്റ് അടക്കാൻ മറന്നുപോയോ? ക്ഷീണം കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ വാതിലടക്കാൻ മറന്നുപോയോ എന്ന് കരുതി ചെന്ന പണ്ഡിത സുഹൃത്ത് നേരെ ചെന്നുകൊണ്ട് തങ്ങളുടെ വാതിലിന്റെ ഉള്ളിലൂടെ അകത്ത് നോക്കുമ്പോ മഹാനവറുകൾ ഒരു മുസല്ല വിരിച്ച് അതിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന തങ്ങളാ. ഞാൻ പറയുന്നത്, തിരക്ക് പിടിച്ച ജീവിതത്തിൽ പോലും തഹജ്ജുദ് ഒഴിവാക്കാത്ത മഹാന്മാർ, ഒരൽപ്പമെങ്കിലും അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ അത് പാരായണം ചെയ്ത മഹാന്മാർ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ രക്ഷിതാക്കളെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാ, നമ്മളൊക്കെ നോമ്പനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ എല്ലാ ദിവസവും ഒരൽപ്പം ഞാൻ ഓതാറുണ്ട് എന്ന് സ്വശരീരത്തിനോട് പറയാൻ, ആത്മസംതൃപ്തി അടയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയുമെന്ന് ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലേ, നമ്മളൊക്കെ ചിന്തിക്കണ്ടേ? പഠിച്ചോനെ, ജീവിത തിരക്കുള്ള മഹാന്മാര് പോലും ജീവിതത്തിൽ ഒരൽപ്പമെങ്കിലും ഖുർആൻ ഓതാൻ മറന്നില്ല. എന്തേ കാരണം? എൻ്റെ കൂടെ ഖബറിൽ അതുണ്ടാകും. എൻ്റെ മക്കളും കുടുംബക്കാരും നാട്ടുകാരും കൈയൊഴിയുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ഓതുന്ന അള്ളാഹിൻ്റെ കലാമാകുന്ന ഖുർആൻ ഉണ്ടാകും. ഞാൻ ഓതുന്ന ദിക്റുണ്ടാകും, സ്വലാത്തുണ്ടാകും.
ഞാൻ ചൊല്ലുന്ന മൗലിദുണ്ടാകും, നല്ല നല്ല നാവ് കൊണ്ട് ചൊല്ലി പറഞ്ഞതൊക്കെ എൻ്റെ കൂടെയുണ്ടാകും. അതുകൊണ്ട് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വെറുതെ നിൽക്കുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്ന ചിന്ത യുവാക്കളെ, രക്ഷിതാക്കളെ, ഈ ഇരിക്കുന്ന നമ്മളിലുണ്ടായാൽ കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ സമ്പത്തുണ്ടാകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോ കയ്യിലൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും തബാറക ഓതിയാൽ ഖബറിൽ അവർക്ക് ചോദ്യമുണ്ടാവില്ല, ഖബറിൽ അദാബുണ്ടാവില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും തബാറക ഓതിയാൽ, എല്ലാ ദിവസവും തബാറക സൂറത്ത് ഓതിയാൽ, ഞാൻ എന്നോട് ചോദിക്കാം, നിങ്ങൾ നിങ്ങളെ തടിയോട് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ഹളറത്തിലിരുന്ന് ചിന്തിക്കുക, റബ്ബേ വെറും 30 ആയത്തല്ലേ തബാറക്കയുള്ളൂ, അത് എല്ലാ ദിവസവും പതിവാക്കിയാൽ ഞാൻ ഒറ്റപ്പെടുന്ന ഖബറിൽ എനിക്ക് അദാബുണ്ടാകൂല എന്ന് എൻ്റെ റസൂലുള്ള എന്നെ പഠിപ്പിച്ചതാ. എന്നിട്ട് ഞാൻ എത്ര ദിവസം ചൊല്ലിയിട്ടുണ്ട് റബ്ബേ, ഞാനതെല്ലാ ദിവസവും ഓതാറില്ല എന്ന മറുപടിയാണ് ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടിയതെങ്കിൽ നമ്മൾ അതഭാഗ്യരല്ലേ പെണ്ണേ, നമ്മൾ അതഭാഗ്യരല്ലേ ആണുങ്ങളെ. ആ ഒരു എല്ലാ ദിവസവും ഞാൻ തബാറക വെറും 30 ആയത്തേ ഉള്ളൂ. ഒരിക്കൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ്. വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. സ്വഹാബികളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ടെന്റ് കെട്ടി വിശ്രമിച്ചു. ഒരു സ്വഹാബി പാതിരാത്രി തൻ്റെ ടെന്റിൽ കടന്നുറങ്ങുമ്പോ രാത്രി എവിടുന്നോ തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ സ്വഹാബി മെല്ലെ ഉണർന്നു. ആരാണ് റബ്ബേ ഈ പാതിരാത്രി തബാറക ഓതുന്നത്? എഴുന്നേറ്റ് 4 ഭാഗവും നോക്കി, ആരെയും കാണാനില്ല. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത്, അദ്ദേഹം കിടക്കുന്ന വിരിപ്പുണ്ട്, ആ വിരിപ്പിന്റെ താഴെ നിന്നുകൊണ്ടാണ് തബാറക കേൾക്കുന്നത്. എന്നാ സംഭവം എന്താണെന്നറിയോ? ഇയാളൊരു ഖബറിന്റെ മുകളിലാണ് കിടക്കുന്നത്. ഖബറാണെന്നറിയാതെ അവിടെ മുണ്ടി വിരിച്ച് അതിലാ കിടക്കുന്നത്. ഈ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് തബാറക കേൾക്കുന്നത്. ഒരു മനുഷ്യന്റെ സൗഭാഗ്യം നോക്കൂ നിങ്ങൾ. ഖബറിന്റെ ഉള്ള അത്ഭുത ലോകാണ്. ഖബറിന്റെ ഉള്ള അത്ഭുത ലോകമാണ്. ഖബറിൽ നിന്നുകൊണ്ട് തബാറക കേൾക്കുകയാണ്. ഈ സ്വഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് കൊണ്ട് മുണ്ട് മടക്കിയിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഞാൻ അറിയാതെ മുണ്ടി വിരിച്ച് കിടന്നത് ഖബറിന്റെ മുകളിലാണ്. പക്ഷേ വിഷയം അതല്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തബാറക കേട്ടു നബിയേ. ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക കേട്ടെന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബ് പറയുന്നു, അതെ, തബാറക സൂറത്ത് ഹിയൽ മുൻജിയ, അത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താ. മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ച തബാറകയെങ്കിലും ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നമ്മളെ ജീവിതത്തിൽ പതിവാക്കണ്ടേ. ബിസ്മിയും ഹംദും സ്വലാത്തും നിൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ ഇന്ന് നമ്മൾ പാടാറുള്ള നഫീസത്തുൽ മിസ്രിയ. തനിക്ക് കിടക്കാനുള്ള ഖബർ കുഴിച്ചിട്ട് ആ ഖബറിലിരുന്ന് അതാ ആയിരക്കണക്കിന് ഖത്മുകൾ ഓതുകയാ. ഇരിക്കുന്ന ഞാനും നിങ്ങളും കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ ഒരൽപ്പമെങ്കിലും പാരായണം ചെയ്യാനുള്ള മനസ്സ് ഈ മഹാന്റെ ചാരത്തിരുന്ന് ഈ ഉറൂസിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ എടുക്കണേ. കണ്ണടക്കും വരെ ഒരൽപ്പമെങ്കിലും ഖുർആൻ ഓതാൻ ഇരിക്കുന്ന നമുക്ക് കഴിയണേ. എന്നാൽ കൊണ്ടുപോകാൻ സമ്പത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ സമ്പത്തുണ്ടാവുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ അപ്പങ്ങളോ ഉസ്താദെ ഞങ്ങളൊക്കെ നിസ്കരിക്കലുണ്ടല്ലോ. നമ്മളൊക്കെ നിസ്കരിക്കണോലാണ്, പക്ഷെ അത് മതിയോ? നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, അത് മതിയോ? അള്ളാഹു നമ്മളെ അമല് സ്വീകരിക്കട്ടെ. നമ്മൾ സ്വലാത്തിന് നമ്മൾ പല ആളുകളും വരൂല, ദിക്റിന് പല ആളുകളും ഉണ്ടാവില്ല, മജ്ലിസുന്നൂറിന് പല ആളുകൾ ഉണ്ടാവില്ല. എന്നാൽ നിസ്കരിക്കാൻ നമ്മളൊക്കെ ജോറ അല്ലേ? അൽഹംദുലില്ലാ. നിസ്കാരം ഒഴിവാക്കിയാൽ മുസ്ലിമന്നല്ലോ.
അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ നിസ്കാരത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്കൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് ഖുർആൻ ഓതാൻ മനസ്സ് വരും, ദിക്ർ ചൊല്ലാൻ മനസ്സ് വരും, സ്വലാത്തിയെല്ലാം മനസ്സ് വരും. നല്ല നല്ല കർമ്മങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഞാൻ സജീവമാകുമെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് വരൽ എപ്പോഴാണെന്നറിയോ? നമ്മളെ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാ. ഇബ്രാഹിം 18 രാഷ്ട്രം വിട്ടത കരിമ്പടം പുതച്ചിടുന്നേ. 18 രാഷ്ട്രം ഭരിച്ചിരുന്ന രാജാവ് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഖാലിഖായ റബ്ബിനെ ഓർത്ത് അല്ലാഹുവിൽ ലയിച്ച റബ്ബിൽ തവക്കുലാക്കി തൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അല്ലാഹുവിൽ ലയിച്ചിട്ട് സദാസമയം റബ്ബിനെ ഓർത്ത് ജീവിക്കുകയാണ്. ഒരിക്കൽ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലേക്കൊരു സിംഹം വന്നു. 2-4 ഭാഗത്തിലൂടെയും സിംഹം വന്നു. അള്ളാന്റെ പരീക്ഷണമാണ്. സിംഹം കൊതുകല്ല, സിംഹം വന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. സലാം വീട്ടിയപ്പോഴാണ് 4 ഭാഗത്തും കൊതുക്, 4 ഭാഗത്തും സിംഹം. നമ്മളാണെങ്കിലോ ബഹുമാനപ്പെട്ടവർ സിംഹം വന്ന നിസ്കാരത്തിൽ അറിഞ്ഞില്ല. മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആശിഖുർ റസൂല, ലോകത്തിന്റെ നേതാവിനെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിൽ പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പാടി കണ്ണുനീര് വാർത്തപ്പോ ആ മഹത്തായ റൗള ശരീഫിന്റെ വാതിൽ പൊട്ടിയ മഹാനാണ് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ സ്വന്തം വീട്ടിൽ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് തൻ്റെ വീട് കത്തിയത് ബഹുമാനപ്പെട്ടവരറിഞ്ഞില്ല. വീടാകെ കത്തി, നാട്ടുകാരോടിക്കൂടി തീ അണച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമറുൽ ഖാദി ചോദിക്കാണ്, ഇവിടെ എന്താ കുറെ ആള് കൂടിയത്? ബഹുമാനപ്പെട്ടവരറിഞ്ഞില്ലേ? എന്ത്? അങ്ങ് നിസ്കരിക്കുമ്പോ അങ്ങയുടെ വീട് കത്തിപ്പോയി. വീട് കത്തിയ നിസ്കാരത്തിൽ അറിഞ്ഞില്ല. സിംഹം വന്ന് നിസ്കാരത്തിൽ അറിഞ്ഞില്ല. ഇരിക്കുന്ന ഞാനും നിങ്ങളോ വല്ലതും അറിയണമെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കണം. അതുവരെ ഒന്നും അറിയില്ല. നിസ്കരിക്കാൻ നിന്നാൽ നമ്മൾ അറിയാത്ത എന്താ? എല്ലാം അറിയും. മറന്നത് ഓർമ്മ വരല് നിസ്കരിക്കാൻ നിന്നാലാ. കണക്ക് തെറ്റില്ലാതെ കൂട്ടല് അത്തയ്യാത്തിൽ ഇരുന്നിട്ടാ. നിങ്ങളായിട്ട് പോയി കൂട്ടിയൊക്കെ കേട്ടോ, ഇയാൾ പറഞ്ഞത് ശരിയാണോ നോക്കാൻ. എല്ലാ ഓർമ്മ വരലും നിസ്കാരത്തിലാ. ഇത് മതി നമുക്ക്. പണ്ടൊരു സഹോദരി സലാം വീട്ടിയല്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞല്ലേ, ഖദീജ കറിയിൽ കുറച്ച് ഉപ്പിട്ടാളട്ടാ. ഇത്താത്താക്ക് കറിയിൽ ഉപ്പിട്ടിട്ടില്ല എന്നുള്ള വഹ്യ് വന്നത് നിസ്കാരത്തിലാ. നോക്കണങ്ങൾ. നമ്മളൊക്കെ വൈലുല്ലിൽ മുസല്ലീനല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈലെന്ന് പറയുന്ന നരകം അത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. എങ്ങനത്തെ നിസ്കാരമാണ്? ലക്കും ലഗാനമല്ലാതെ നിസ്കരിക്കുന്ന കപടന്മാർ. അല്ലാഹുവേ, ഞങ്ങളെ അമലുകളെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ അമലുകളെ നിന്റെ ലുത്ഫ് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ഞാൻ പറയുന്നതിൻ്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ആത്മാർത്ഥമായൊരു റക്അത്ത് നിസ്കരിക്കാൻ, ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ എൻ്റെ മുമ്പിലുള്ള രക്ഷിതാക്കളോട്, ഉമ്മമാരോട് പറയട്ടെ, നിസ്കാരത്തിലുള്ള അദബുകൾ മാറ്റിവെക്കരുതേ. ഫർളിൽ ഒരുപാട് അപാകതകൾ ഇന്ന് നിൽക്കുന്ന നമ്മളിലൊക്കെ വരുന്നുണ്ട്. ആ ഫർളിൽ വരുന്ന അപാകത പരിഹരിക്കാനുള്ള മാർഗം ആ നിസ്കാരത്തിൽ നമ്മൾ പാലിക്കുന്ന അദബുകളാണ്. അദബില്ല ഞാൻ നമ്മളെ നിസ്കാരത്തിൻ്റെ കാര്യം അപകടമാണ്. അള്ളാഹു നമ്മുടെ അമല് സ്വീകരിക്കട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒക്കെ പരിചയമില്ല? അത്തിപ്പറ്റ ഉസ്താദ് കേട്ടിട്ടില്ലേ? ഇല്ല, മഹാനാൻ. ബാങ്ക് ഇങ്ങോട്ട് കൊടുത്ത ഉടൻ പറയും മഹാനവർകൾ, ബാങ്ക് കൊടുത്തു, ഇനി നമ്മൾ നിസ്കരിക്കുക. ബാങ്ക് കൊടുത്തു, ഇനി നിസ്കരിക്കുക. അവല് വഖത്തിൽ നിസ്കരിക്കുക എന്ന് പറയും. അതിന് മഹാനവർകൾ പറയണ കാരണം എന്താണെന്നറിയോ? പല കാരണങ്ങളും മഹാനവർകൾ പറയുന്നത്, നമ്മളെ നിസ്കാരത്തിലുള്ള ഇഖ്ലാസ് ഒന്നും നമുക്കറിയാം നമ്മളെ അവസ്ഥ എന്താന്ന്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അവല് വഖത്തിൽ നിസ്കരിക്കലാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന്. ബാങ്ക് കൊടുത്ത അവിടെ നിസ്കരിക്കുക, അതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്ന്.
അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം അതാണ് എന്ന് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ റസൂലുള്ള പറഞ്ഞത് കേൾക്കട്ടെ എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ, ആ മുത്ത് റസൂലുള്ളാഹിനെ അനുസരിച്ചു എന്ന ഒരു നിഷ്കളങ്കമായ മനസ്സ് കാരണത്താൽ നമ്മളെ ഫർളിൽ വരുന്ന അപാകത അള്ളാഹു മാപ്പ് തരും കേട്ടോ. നമ്മളെ നിസ്കാരത്തിൽ വരുന്ന അപാകത അല്ലാഹു മാപ്പ് തരാനുള്ള കാരണം നിസ്കാരത്തിൽ നമ്മൾ പാലിക്കുന്ന അദബുകളാണ്, മര്യാദകളാണ്. അപ്പൊ നിസ്കാരത്തിൽ അദബ് പാലിക്കണേ. നിസ്കാരത്തിലുള്ള അദബ് ഒന്നാമത്തതായി ഉമ്മമാരെ, രക്ഷിതാക്കളെ, അവ്വല് വഖത്തിൽ നിസ്കരിക്കലാണ്. പള്ളിയുടെ ബാങ്ക് വിളി കേട്ടാൽ ഉടൻ നിസ്കരിക്കലാണ്. ഇന്ന് പിശാച് മനുഷ്യന്മാരെ പഴപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ രൂപം എങ്ങനെയെന്നറിയോ? അവല് വഖത്തിൽ നിസ്കരിക്കാൻ അനുവദിക്കാതിരിക്കുക. വെറുതെ ഇരുന്നാലും ബാങ്ക് കൊടുത്ത ഉടൻ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ നാടുകളിൽ കല്യാണങ്ങൾ ഉണ്ടാകും. അധികവും ഇപ്പൊ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയങ്ങളിലാണ്. ഓഡിറ്റോറിയങ്ങളിൽ കല്യാണം പോയാൽ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, നിസ്കരിക്കാൻ അവിടെ സൗകര്യം ഉണ്ടാവും. പക്ഷേ ആ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് നിസ്കരിക്കാൻ സൗകര്യമുണ്ടാകുമ്പോൾ ളുഹ്ർ ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് അസർ ബാങ്ക് കൊടുത്തതിന് ശേഷം ളുഹ്ർ ബാങ്ക് നിസ്കരിക്കുക എന്നല്ലാതെ, പടച്ചോനെ ബാങ്ക് കൊടുത്തല്ലോ, എനിക്ക് മരിക്കണമല്ലോ, ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ചിരുന്ന് കല്യാണ പന്തലിൽ സമയം ചെലവഴിച്ച് അസർ ബാങ്ക് കൊടുക്കുവോളം നിസ്കരിക്കാതിരുന്നാൽ, അതിൻ്റെ ഇടയ്ക്കെങ്ങാനും ഞാനും മരിച്ചു പോയാൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിസ്കാരം ഒഴിവാക്കിയ താരിഖു സ്വലാത്തായി ഞാൻ നാളെ മഹ്ശറാ ലോകത്ത് വരുമല്ലോ. അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ, ഞാൻ അവിടെ പോയി ഒരു 4 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് വേണം. പിശാച് അതിനെ അനുവദിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ ആണുങ്ങളെ, പെണ്ണുങ്ങളെ, നമ്മൾ പേടിക്കേണ്ട കാര്യത, ബാങ്ക് കൊടുത്താൽ ഉടൻ നിസ്കരിക്കുക. ബാങ്ക് കൊടുത്താൽ ഉടൻ നിസ്കരിക്കുക. കാരണം എന്താ? ഉടൻ നിസ്കരിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളാരാ? മുഹമ്മദ് മുസ്തഫ. എൻ്റെ റസൂലുള്ളാഹ് ബാങ്ക് കേട്ടാൽ ഉടൻ നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റസൂലുള്ളാഹ് പറഞ്ഞത് കേൾക്കട്ടെ എന്നുള്ള മനസ്സ് കല്യാണം നടക്കുന്നിടത്താണെങ്കിലും സൽക്കാര പന്തലിലാണെങ്കിലും എത്ര വലിയ വലിയ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഉമ്മമാരെ, രക്ഷിതാക്കളെ, എനിക്കും നിങ്ങൾക്കും തോന്നിയാൽ നമ്മളെ നിസ്കാരത്തിൽ വരുന്ന അപാകത അള്ളാഹു മാപ്പ് തരും കേട്ടോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് നിസ്കാരം മുടക്കാനല്ല, പിന്നെന്തിനാണെന്നറിയോ? നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്ന അദബുകൾ മുടക്കാനാണ്. നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതിനെ തടയുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുക. അതേതാ? അള്ളാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നിസ്കാരത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു കർമ്മം ഞാൻ പറഞ്ഞത് അവ്വൽ വഖ്തിൽ നിസ്കരിക്കുക. പിശാച് പറയും കുറച്ച് കഴിഞ്ഞോട്ടെ നിസ്കരിക്കുക. രണ്ടാമത്തൊന്ന് ജമാഅത്തായി നിസ്കരിക്കുക. വെറുതെ ഇരിക്കുകയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യർ. അൽഹംദുലില്ലാഹ് ഇവിടെയൊക്കെ ജമാഅത്തിന് ഒരുപാട് ആളുകൾ പള്ളിയിലെത്തുന്നു. അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും നൽകട്ടെ. ജമാഅത്തായി നിസ്കരിക്കുക. പല നാടുകളിലും കമ്മിറ്റിക്കാർ പോലും ഉണ്ടാവില്ല ജമാഅത്തായി നിസ്കരിക്കാൻ. ചില നാടുകളിൽ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ പോലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും പള്ളിയിൽ വരാത്ത പള്ളികളുണ്ട്. ജോലി തിരക്കുള്ളവർ, പല ഭാഗത്തും ജോലിക്ക് പോകുന്നവർക്ക് കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിലും അവരുടെ നാട്ടിൽ പള്ളിയിൽ കൂടാൻ കഴിയുമോ? അത് അവരെവിടെയാണോ പോകുന്നത് അവിടെ ഉണ്ടാകും. ഒരു പണിയുമില്ലാഞ്ഞിട്ടും ജമാഅത്തിന് വരാത്ത എത്ര മനുഷ്യന്മാരുണ്ട് അല്ലേ? എത്ര മനുഷ്യന്മാർ. പണ്ടൊരു പള്ളിയിലെ മുഅദ്ദിന്, പള്ളിയിൽ ആരും പള്ളിയേക്ക് ജമാഅത്തിന് വരുന്നില്ല. പള്ളിയാകുന്ന വണ്ടി ഓട്ടുന്ന ഒരു ഡ്രൈവർ ഉണ്ടാകും. കദ്ഖാമത്ത് സലാത്തിന്റെ വണ്ടി പോട്ടെ എന്ന് പറയുന്ന ഒരു പാവം മുഅദ്ദിനുണ്ടാവും. വേറെ ആരും പള്ളിയിൽ വരാതായപ്പോൾ ഒരു ദിവസം സുബഹിക്ക് മുക്രി ബാങ്ക് കൊടുത്തല്ലോ. മുഅദ്ദിന് ബാങ്ക് കൊടുത്തു. എങ്ങനെ ബാങ്ക്? മൊബൈൽ മൈക്കാണ്ട് ഓണാക്കിയിട്ട് അയ്യാല സ്വലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യാലൽ ഫലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പുതിയ ബാങ്ക്. അപ്പോഴേക്ക് നാട്ടുകാരും കമ്മിറ്റിക്കാരൊക്കെ ഓരോരോ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങി പള്ളിയേക്ക്. ഇതെന്ത് ബാങ്ക?
ഇതെന്ത് വാങ്ക? അപ്പം മുഅദ്ദിൻ ചോദിച്ചാലോ, നിങ്ങളൊക്കെ കേക്കലുണ്ട് വാങ്ങില്ലേ, ഞങ്ങളൊക്കെ വാങ്ങി കേൾക്കുന്നുണ്ടാ നോക്കിയതാണ് പറഞ്ഞാലോ. ഏയ് അതോടെ കൂടെ എല്ലാവരും ഇളകി, നാട്ടുകാരും കാരണവന്മാരും എല്ലാവരും വന്നു. ഇതെന്ത് വാങ്ക, ഇങ്ങനെ വാങ്ങിക്കൊടുക്കല്? അപ്പോഴാണ് മുഅദ്ദിൻ അറിയണത് ഇവരൊക്കെ വാങ്ങി കേൾക്കുന്നുണ്ട്. അപ്പം മുഅദ്ദിനും ഇവരൊക്കെ ആരും കാണാനില്ല. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ടോ, ഇയാൾ ഇവർ കേൾക്കുന്നുണ്ടോ നോക്കിയതാ. പറയാ ഞങ്ങളൊക്കെ കേൾക്കാറുണ്ടല്ലേ, അൽഹംദുലില്ലാഹ് സന്തോഷം, നാളെ മുതൽ ശരിക്കും കൊടുത്തോളാം. ആധുനിക ലോകത്തെ മനുഷ്യൻ എന്തേ കാരണം വൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ എന്ന് ഇമാം മിഹ്റാബിൽ എന്ന് പറയുമ്പോ പിന്നിൽ സഫിൽ നിൽക്കുന്നത് മനുഷ്യര് മാത്രമല്ല, അല്ലാഹുവിൻ്റെ മലക്കുകളുണ്ട്. ആ മലക്കുകളാമീൻ. ആ കൂട്ടത്തിൽ സാധുവായ ഞാനുണ്ടാകും, നമ്മളെല്ലാവരും ഉണ്ടാകും. നമ്മളൊക്കെ മലക്കുകളുടെ കൂടെ ആമീൻ പറയുമ്പോ മലക്കുകളുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ അമലും അല്ലാഹു സ്വീകരിക്കുകയാ. അതുകൊണ്ട് ശൈത്താന് പറയും, നിസ്കരിക്കുന്നവനെ ജമാഅത്തിന് പോകണ്ട. ഇരിക്കുന്ന നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, എന്നോട് പിശാച് പറയാറുണ്ടോ? ഒരു പണിയില്ലാതെ ജമാഅത്തിനെത്തണില്ല, എന്നാ അവിടെ മനസ്സിലാക്കണം, പഠിച്ചോനെ എന്നെ കേടുവരുത്താൻ പിശാച് ശ്രമിക്കുന്നുണ്ടല്ലേ. വീണ്ടും അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണെന്നറിയുമോ? അത് നിസ്കാരത്തിന് ശേഷമാ. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കണം, അവിടുന്ന് ഇളകരുതേ. അതേ സഫിലിരുന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അളീം ദിക്റുകളൊക്കെ നിങ്ങൾ ചൊല്ലിയിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില പള്ളികളിലൊക്കെ പോയാൽ ഇമാമ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ സഫ്ക്ക് നോക്കിയാൽ കൊന്തരം പല്ല് നോക്കിയാൽ മതി. കൊന്തരം പല്ല് ഇവിടെ എങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനത്തെ പറയല്ലോ മക്കളെ, ഈ വളഞ്ഞും തിരിഞ്ഞൊക്കെ നിൽക്കുന്ന പല്ലുണ്ടല്ലോ, വർഷ ചെയ്താൽ അങ്ങോട്ട് തട്ടാത്ത സൈസ്. അതെങ്ങനെയാണെന്നറിയോ? ഒന്ന് അങ്ങോട്ട് ഉന്തിയിട്ട്, ഒന്ന് ഇങ്ങോട്ട്, ഒന്ന് അപ്പുറത്തേക്ക്, ഒന്ന് സൈഡ്ക്ക്. ഇതേപോലെ കുറേ മനുഷ്യന്മാർ ഒരു അസുഖമില്ല, ഒരു രോഗമില്ല, സലാം വീട്ടി അപ്പം അവിടെ നിന്ന് എഴുന്നേൽക്കും. ശൈത്താൻ പറയാണ്, ഇവിടെ ഇരുന്ന് ദിക്റില്ലാൽ അള്ളാഹു നിന്നെ സ്വീകരിക്കും. അവിടെ പോയിരുന്നു, അവിടുത്തെ കസാര അവിടെ പോയിരുന്ന, ഇവിടുത്തെ ബെഞ്ച്. ചില പള്ളിയിലൊക്കെ പോയാൽ ഈ പള്ളിക്ക് കല്യാണം ഉണ്ടാ തോന്നിപ്പോവും. ബേക്ക് ഭാഗത്ത് മുഴുവനും കസേരയും തല കുത്താനൊരു ഡെസ്കും, ബിരിയാണി തിന്നാനല്ല. അപ്പം എന്താ, അത് VIP ആക്കി നിസ്കരിക്കാനുള്ളതാണ്. അസുഖമൊന്നുമില്ല, എന്നാലും പവറല്ലേ. ആ കസാലിട്ടിട്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ വയ്യാത്ത അസുഖമുള്ള മനുഷ്യന്മാർ എങ്ങനെയെങ്കിലുമൊക്കെ നിസ്കരിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാർ പോലും കസേരട്ട് നിസ്കരിക്കുന്നില്ലേ? എന്തേ കാരണം? ഞാനും നിസ്കരിക്കുന്നുണ്ട് എന്നൊരവസ്ഥ ശൈത്താൻ ഉണ്ടാക്കുകയാണ്. അല്ലാഹു വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അള്ളാഹു വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മഹാനായ പണ്ഡിതവര്യനെ കുറിച്ച്. ആ പണ്ഡിതവര്യൻ നിസ്കരിക്കാൻ നിൽക്കാൻ അധികം കഴിയില്ല. തല ചുറ്റി വീഴാൻ പോകുമ്പോൾ തൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു കയറ് കെട്ടി തൂക്കിക്കായിരുന്നു പോലും. എന്തിനു വേണ്ടി? അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടും, എന്നിട്ട് വീഴാൻ പോകുമ്പോൾ ആ കയറിൽ തൂങ്ങി നിന്ന് നിസ്കരിക്കും. എന്തേ കാരണം? ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമാണ്. ചാൻസ് കിട്ടിയാൽ ഇരിക്കാൻ നോക്കലല്ല, എങ്ങനെയെങ്കിലും നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ നോക്കുക. അതാണ് ഈമാനുള്ളവന്റെ ലക്ഷണം. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം ചെയ്യുന്ന ഇബാദത്താകുന്ന നിസ്കാരത്തിൽ പോലും അദബില്ലാതെയാക്കി മാറ്റാൻ നമ്മൾ അറിയാതെ പിശാച് ശ്രമിക്കുന്നുണ്ട്. ആഖിറലോകത്ത് നമ്മളെ അമല് കാണൂല, നമ്മളെ നിസ്കാരം കാണില്ല. അതുകൊണ്ട് രക്ഷിതാക്കളെ, നിസ്കാരത്തിൽ വരുന്ന അപാകത അല്ലാഹു പരിഹരിക്കപ്പെടാനുള്ള കർമ്മമാണ് അദബ്. അതാണ് ഖബലിയായ സുന്നത്ത് ഒഴിവാക്കരുത്, ശേഷമുള്ള സുന്നത്ത് ഒഴിവാക്കരുത്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ സഫ് വിട്ട് ഓടരുത്. അവിടെ ഇരുന്ന് രണ്ട് കരമുയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. നിസ്കാരത്തിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചില മനുഷ്യന്മാര് ദിക്ർ മാത്രമല്ല ദുആക്കുമില്ല. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോഴേക്ക് ഇസ്സലാ വേണമെങ്കിൽ എടുത്ത പഠിച്ചോൻ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണ മനുഷ്യന്മാർ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലേ, സലാമാണ്ട് വീട്ടിലേക്ക് എവിടെ എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞ അർത്ഥം എന്താ? അഹങ്കാരല്ലേ.
വേണമെങ്കിൽ എടുത്തോ റബ്ബേ, എനിക്ക് അത്രയ്ക്ക് ആവുള്ളൂ എന്നതിൻ്റെ അർത്ഥം. പണ്ടിനോട് ഒരാളൊരു തമാശ പറഞ്ഞു. ഏതൊരു നാട്ടിലൊരു ഭ്രാന്തണ്ടായിരുന്നല്ലോ, ഒരു സുഖമില്ലാത്ത ആൾ. അയാൾ ഇടയ്ക്ക് പള്ളിയിലൊന്ന് നിസ്കരിക്കുമല്ലോ, നിയ്യത്ത് ചെയ്യുമല്ലോ, ഉസല്ലി ഫർള ളുഹ്രി 4 റക്അത്തി കണ്ടീഷനില്ലായി താല. ളുഹ്റി എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത് എനിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, നിനക്ക് വേണ്ടി നീ നിസ്കരിച്ചുകൂടുക അറിയണം. ചില മനുഷ്യന്മാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വിട്ട് യാ അല്ലാഹ് ഇനി ഇതാ നമ്മളത് കഴിഞ്ഞു, നമ്മൾ പോകണം, അസ്സലാമു അലൈക്കും. മൂപ്പർക്ക് വേറൊരു കാര്യമില്ല. ഇതിൻ്റെ പേര് നിസ്കാരം എന്നാ? നേരെ മറിച്ച് ഈമാനുള്ളവന്റെ നിസ്കാരം എങ്ങനെയാണ്? നാളെ മഹ്ശറാ ലോകത്ത് അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തിനെ കുറിച്ചാണ്. അതുകൊണ്ട് എൻ്റെ നിസ്കാരത്തിൽ അപാകത വരരുത്, എൻ്റെ നിസ്കാരത്തിൽ പോരായിക വരരുത്. അതുകൊണ്ട് ഞാൻ നിസ്കാരത്തിൻ്റെ സുന്നത്ത് ഒഴിവാക്കൂല, നിസ്കാരത്തിലെ ജമാഅത്ത് ഒഴിവാക്കൂല. അത് കഴിഞ്ഞാൽ ദിക്ർ ഒഴിവാക്കുകയില്ല. ഇമാം ദുആ ചെയ്യുമ്പോൾ ആമീൻ ഞാൻ ഒഴിവാക്കില്ല. ഞാൻ അവിടുന്ന് സുന്നത്ത് നിസ്കരിക്കാതെ ഇറങ്ങി ഓടില്ല. അവിടെ ഇരുന്ന് അല്ലാഹുവോട് ദുആ ചെയ്യുന്നവര് മനസ്സുണ്ടായാൽ അത് അദബാണ്, അദബാണ്, അദബാണ്. ഈ അദബാണ് നാളെ അല്ലാഹു സ്വീകരിക്കുക. നമ്മളെ മനസ്സിൽ എൻ്റെ റബ്ബേ ഞാനിതാ നിസ്കരിച്ചിരിക്കുകയാണ്, അല്ലാ നീ ഇത് സ്വീകരിക്കണേ നാദാ. ആ മനസ്സാണ് അല്ലാഹുക്ക് ഇഷ്ടമുള്ളത്, അല്ലാതെ നമ്മളെ കാട്ടിക്കൂട്ടലുകൾ അല്ല. മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടോ? മനസ്സിൽ എൻ്റെ റബ്ബ് സ്വീകരിക്കണം എന്നുള്ള ഇഷ്ടമുണ്ടോ? എന്നാ ചെറിയ അമലും വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പെണ്ണ് ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. തൻ്റെ മുമ്പിൽ ഒരു നായിനെ കണ്ടു. നായ മണ്ണ് കപ്പാണ്, ദാഹം കൊണ്ട് മണ്ണ് കപ്പാണ്. ദാഹം കൊണ്ട് മണ്ണ് കപ്പെന്ന് കണ്ടപ്പോൾ ഈ സ്വഹാബി എന്ത് ചെയ്തു അറിയോ? ഈ മനുഷ്യൻ എന്ത് ചെയ്തു അറിയോ? ഈ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? അവിടുന്ന് കുറച്ച് ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത്, ഞാൻ ചരിത്രം വിശദീകരിക്കല്ല, കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ നായക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. നായ വെള്ളം കുടിച്ചു. ഈ മനുഷ്യന് ഈ വെള്ളം കൊടുത്ത മനുഷ്യന്റെ എല്ലാ ദോഷവും അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കാനുണ്ടായ കാരണം എന്താ മക്കളെ? നായ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ദോഷം പുറത്തു പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് ഒരു കുട്ടി അടുത്ത വെള്ളിയാഴ്ച പോലും ജുമാക്കരുല്ല. എല്ലാവരും നായ്ക്ക് വെള്ളം കൊടുക്കാൻ പോകും. എല്ലാവരും ഒരു ബക്കറ്റ് വെള്ളേറ്റ് പോകും. കാരണം എന്താ? ഒന്നാൾ വന്ന മൗലിയർ പറഞ്ഞിട്ടുണ്ട്, എന്ത് നായ്ക്ക് വെള്ളം കൊടുത്തപ്പോൾ ദോഷം പുറത്തു കൊടുത്തേക്കണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ കുട്ടികൾ പറഞ്ഞു. ഞാൻ നായ്ക്ക് വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞു, ദോഷം പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു? അത് കുട്ടികളെ പറഞ്ഞു. ഏയ് അങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടിയും പള്ളിയൊക്കെ വരൂല. എല്ലാവരും ഒരു ബക്കറ്റ് വെള്ളേറ്റ് നായ്ക്ക് വെള്ളം കൊടുക്കാൻ പോകും. അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യന്മാരെക്കാളും കൂടുതൽ റോട്ടുമ്പോൾ നായിയാണോ അല്ലാഹു ആലം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, റോഡ് മുഴുവൻ നായിയാണ്. പിടിക്കാനും പാടില്ല, തൊടാനും പാടില്ല, അടി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന ആളുകളൊക്കെ. അല്ലാഹു ആലം. ഏതായാലും ഞാൻ പറയുന്നത് നായ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടല്ല രക്ഷപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടറിയോ? പഠിച്ചോനെ, ആ പാപം നായക്ക് വെള്ളം കൊടുത്താൽ എൻ്റെ റബ്ബെന്നെ സഹായിക്കല്ലോ എന്നുള്ള അള്ളാഹിനെ പേരുള്ളൊരു മനസ്സുണ്ട്. ആ മനസ്സിനാണ് അല്ലാഹു കൊല്ലെടുത്തത്.